ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെന്താ മറ്റേ പ്ലാനർ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഞാനൊന്ന് ഡെക്കറേറ്റ് അല്ല, പ്ലാനർ ചെയ്യേണ്ടതിൽ നമ്മുടെ പ്ലാൻസ്. അപ്പോൾ അതിൽ കുറച്ച് പണികളുണ്ട്, അത് നിങ്ങൾ കാണും. അപ്പോൾ ഞാൻ അതിൽ അപ്പുറത്തെ സൈഡിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട്. അത് മറ്റേ ഇതാണ്, എന്താ വെച്ചാൽ ടിഷ്യൂ ടേപ്പ് എന്നാണ് ഞാൻ വാങ്ങാൻ പറഞ്ഞത്. ടിഷ്യൂ ടേപ്പ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയ ഡബിൾ സൈഡ് ടൈപ്പ് തന്നെയാണ്, ട്രാൻസ്പെറൻറ്റ് ഡബിൾ സൈഡ് ടൈപ്പാണ് കേട്ടോ അത്. കടൽ ക്ലൗഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കും അത് വാങ്ങണം തോന്നി. അപ്പം ഞാനതങ്ങനെ വാങ്ങിയതാട്ടോ. പിന്നെ ഞാൻ ഇതിൽ അപ്പുറത്തേൽ വീക്ക്ലി പ്ലാനർ എന്നും പിന്നെ ഇപ്പുറത്തേൽ ഞാൻ ടു ഡു ലിസ്റ്റ് മെമ്മോ ആണ് എഴുതുന്നത്. ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം ടു ഡു ലിസ്റ്റ് ചെയ്ത് കുറച്ച് എനിക്കിഷ്ടമായില്ല. ഡിസൈൻ ചെയ്ത അവസാനം ഞാൻ എളുപ്പപ്പണിക്ക് ആ പെയിൻ്റൊക്കെ അങ്ങനെ വെള്ളമടിച്ചിട്ട് അതിൻ്റെ മേലെ ആ പേപ്പറിൽ ഇതാക്കിയിട്ടോ. പിന്നെ ഞാൻ പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ് ചെയ്യണത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ വെള്ള പേപ്പറിൽ തന്നെ എഴുതിയിട്ട് പിന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അതിൻ്റെ മേലെ ഒട്ടിക്കായിരുന്നു നല്ലത്. അത് ഞാൻ മണ്ടത്തരം ചെയ്തു പോയി. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് കുളമായി, എനിക്ക് തോന്നി. പിന്നെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതെന്തായാലും ചിലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ, വേറെ കാര്യം. എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ സൈഡ് വീക്ക്ലി പ്ലാനറിൻ്റെ സൈഡ് സെറ്റായിട്ടുണ്ട്. നാക്കെന്നെ എപ്പോഴും ചതിക്കും, അതാണ് പ്രശ്നം ഗൈസ്. അപ്പം ഞാൻ ടു ഡു ലിസ്റ്റും സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ പശ തേച്ചിട്ട് കുറേ അങ്ങോട്ടും കൊട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ പശ തേച്ചിട്ട് ഉണക്കാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ഇത്തിരി മെമ്മോ, ഒരു ഇത്തിരി സൈസ് മെമ്മോൻ്റെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് മെമ്മോ പേജസ് കുറച്ചൊന്ന് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബ്ലൂവും റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു കളറ് എന്തോ ഉണ്ടാക്കി ഒരു കളറ് അവിടെ അടിച്ചെടുത്തു. എന്നിട്ട് മെമ്മോന്ന് എഴുതി കൊടുത്തു കേട്ടോ. എന്തോ ഞാൻ വലിയ കാര്യത്തിൽ വേറെ വല്ലതും എന്തെങ്കിലും ചെയ്യാം, പിന്നെ ഇത് ഇത്ര ഇല്ലേ കൊണ്ട് ചെയ്യാനൊരു മടി. കുറേ നേരം എന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. നിങ്ങൾ ഈ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് കണ്ടുതരുന്നു അല്ലേ. അപ്പോൾ അതാ മെമ്മോന്ന് എഴുതിയിട്ടുണ്ട്, നല്ല രസമുണ്ട്, എനിക്കത് ഇഷ്ടമായിട്ടോ. പേനെന്ന് പറയണത് ബ്രഷ് കൊണ്ട് എഴുതി വെക്കുമ്പോൾ നല്ല രസമുണ്ടത്. പിന്നെ ഇവിടെ ഇതിൽ കാണുന്ന ലോട്ടസ് ഇല്ലേ, അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണാം. പിന്നെ ഈ ബോർഡ് ഉണ്ടാക്കണ വീഡിയോ കാണാത്തവരും ഒന്ന് പോയിട്ട് അതും കൂടി ഒന്ന് കാണാം. എന്നിട്ട് കുറച്ച് ആ പെയിൻറ്റ് കൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ടും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ സ്റ്റിക്കറില്ലേ, ഞാൻ പറഞ്ഞില്ലേ പ്രിൻ്റ് എടുത്ത ആ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് വെട്ടിയിട്ട് ഞാൻ സ്റ്റിക്കർ പ്രിൻ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ അതിൽ പശ തേച്ചൊന്ന് ഇതാക്കി ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു എൻ്റെ തല കണ്ടത് ഇങ്ങനെ കുറേ നേരം എന്നിട്ടാണ് കേട്ടോ ആലോചിച്ചത്, എൻ്റെ ഒരു തോട്ട്. എന്നിട്ട് ഞാനതങ്ങനെ കുറേ നേരം എന്നിട്ട് ഇങ്ങനെ എഴുതിയെടുത്തു. നിങ്ങളിത് വായിക്കരുത് കേട്ടോ, ചെറിയ വരും. അപ്പോൾ അതാ റെഡി ഉണ്ട്. ബൈ ഫ്രണ്ട്സ്.